ഹലോ ഡിയർ UPSC ആസ്പിരൻസ്, തക്ഷശില IAS അക്കാഡമിയുടെ യൂട്യൂബ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻവയോൺമെന്റ് ആൻഡ് എക്കോളജി എന്ന് പറയുന്ന സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട് നമ്മൾ സ്പീഷീസ് ഇൻ ന്യൂസ് എന്ന് പറയുന്ന ഒരു സീരീസ് ചെയ്യുന്നുണ്ട്. അതായത് റീസെന്റ് കറണ്ട് അഫയേഴ്സിൽ മെൻഷൻ ചെയ്തിട്ടുള്ള ജീവജാലങ്ങളെ കുറിച്ചാണ് നമ്മൾ ഈ സീരീസിലൂടെ പറയുക. അപ്പൊ ഇന്നത്തെ സ്പീഷീസ് ഇൻ ന്യൂസ് എന്ന് പറയുന്ന ടോപ്പിക്കില് നമ്മൾ പരിചയപ്പെടുന്നത് ഇന്ത്യൻ ഫ്ലൈയിങ് ഫോക്സ് അല്ലെങ്കിൽ ദ ഗ്രേറ്റ് ഇന്ത്യൻ ഫ്രൂട്ട് ബാറ്റിനെയാണ്. അപ്പൊ നമ്മളിവിടെ വവ്വാലുകൾ എന്നൊക്കെയാണ് നമ്മൾ മലയാളത്തിൽ പറയുക. വാവൽ, വവ്വാൽ എന്നൊക്കെ പറയുന്ന അതേ ജീവി തന്നെ ദ ഇന്ത്യൻ ഫ്ലൈയിങ് ഫോക്സ്. അപ്പൊ നമുക്ക് ജനറലി ഇതിനെക്കുറിച്ച് കുറെ കാര്യങ്ങളൊക്കെ അറിയാം. ഇതൊരു സസ്തനിയാണ്, മാമലാണ്, പറക്കാനുള്ള കഴിവുണ്ടെന്നേ ഉള്ളൂ, പക്ഷിയല്ല, ഒരു ബേർഡ് സ്പീഷീസ് അല്ല എന്നെല്ലാം നിങ്ങൾക്കറിയാം. അതുകൊണ്ട് ഇതിനെ ഫ്ലൈയിങ് ഫോക്സ് എന്നൊക്കെ വിളിക്കുക. അതായത് കുറുക്കന്റെ പോലെ തലയൊക്കെയുള്ള ഒരു ജീവി. അപ്പൊ നിങ്ങളെല്ലാവരും ഇതിനെ നേരിട്ടൊക്കെ കാണാൻ വളരെ സാധ്യതയുണ്ട്. നമ്മുടെ വീട്ടിലും പറമ്പിലും തൊടിയിലും ഒക്കെ ആയിട്ട് നമുക്ക് ഇതിനെ കാണുവാനൊക്കെ ആയിട്ട് സാധിക്കും. അപ്പൊ ഈ ഒരു ഫ്ലൈയിങ് ഫോക്സ് അല്ലെങ്കിൽ ഇന്ത്യൻ ഫ്ലൈയിങ് ഫോക്സ് കുറച്ച് വർഷങ്ങളായിട്ട് തന്നെ തുടരെ നമ്മുടെ പത്രങ്ങളിൽ ന്യൂസിൽ വരുന്നുണ്ട്. അപ്പൊ നമുക്കറിയാം, നമ്മുടെ കേരളം നിപ്പ വൈറസുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള കേസുകളെല്ലാം നമ്മൾ പലപ്പോഴായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പൊ ഈ നിപ്പ വൈറസിന്റെയൊക്കെ വാഹകരായിട്ട് നമ്മൾ കരുതുന്നത് ദ ഗ്രേറ്റ് ഇന്ത്യൻ ഫ്ലൈയിങ് ഫോക്സ് അല്ലെങ്കിൽ ദ ഗ്രേറ്റ് ഇന്ത്യൻ ഫ്രൂട്ട് ബാറ്റിനെയാണ്. അപ്പൊ നമുക്ക് ഈ ഇന്ത്യൻ ഫ്ലൈയിങ് ഫോക്സിനെ കുറിച്ച് വന്ന ന്യൂസ്, അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ന്യൂസ്, റീസെന്റ് വന്ന ന്യൂസ്, നിപ്പ വൈറസ് ആന്റിബോഡീസ് ഡിറ്റക്റ്റഡ് ഇൻ ബാറ്റ്സ് ഇൻ വയനാട്. വയനാട്ടിലുള്ള ഫ്രൂട്ട് ബാറ്റ്സിൽ നിപ്പ വൈറസ് ആന്റിബോഡീസ് ഡിറ്റക്ട് ചെയ്തു എന്നുള്ളതായിരുന്നു. അതായത് നിപ്പ വൈറസിന്റെ ഒക്കെ കാരിയർ ആയിട്ടാണ് നമ്മൾ ഈ പറയുന്ന ഫ്രൂട്ട് ബാറ്റുകളെ കൺസിഡർ ചെയ്യുക. ഇവിടെ നിപ്പ വൈറസ് പടർന്നപ്പോഴും അതിന്റെ ഒറിജിൻ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ അവസാനം ഫ്രൂട്ട് ബാറ്റ്സിൽ നിന്നാണ് നിപ്പ വൈറസ് വന്നതെന്നൊക്കെ നമ്മൾ കണ്ടെത്തുകയൊക്കെ ഉണ്ടായി. നിങ്ങൾ അതിനെക്കുറിച്ച് കൂടുതൽ വാർത്തകളൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ പറയുന്ന ഈ നിപ്പ വൈറസ് അടക്കം വൈറസിന്റെ കാരിയർ ആയിട്ടുള്ള ഈ ഇന്ത്യൻ ഫ്ലൈയിങ് ഫോക്സ് അല്ലെങ്കിൽ ദ ഗ്രേറ്റർ ഇന്ത്യൻ ഫ്രൂട്ട് ബാറ്റിനെ കുറിച്ച് നമുക്കൊന്ന് കൂടുതലായിട്ട് പഠിക്കാൻ ശ്രമിക്കാം. ഇമ്പോർട്ടന്റ് ആണ്, അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്. The Indian flying fox, also known as the greater Indian fruit bat, is a species of flying fox native to the Indian subcontinent. It is one of the largest bats in the world. അപ്പൊ ഇന്ത്യൻ സബ് കോണ്ടിനെന്റിൽ കാണുന്ന ഒരു ഫ്ലൈയിങ് ഫോക്സ് ആണ് ദ ഇന്ത്യൻ ഫ്ലൈയിങ് ഫോക്സ് അല്ലെങ്കിൽ ദ ഗ്രേറ്റർ ഇന്ത്യൻ ഫ്രൂട്ട് ബാറ്റ് എന്നറിയപ്പെടുന്ന ഈ ഒരു ബാറ്റ് സ്പീഷീസ്. അപ്പൊ ലോകത്തിൽ ഒരുപാട് തരം ബാറ്റുകളുണ്ട് അല്ലെങ്കിൽ വവ്വാലുകളുണ്ട്. പക്ഷെ അതിൽ തന്നെ വൺ ഓഫ് ദ ലാർജസ്റ്റ് ബാറ്റ്സ് ഇൻ ദ വേൾഡ് കൂടിയാണ് നമ്മുടെ ഇന്ത്യൻ ഫ്ലൈയിങ് ഫോക്സ് എന്നറിയപ്പെടുന്ന ഈ ഗ്രേറ്റർ ഇന്ത്യൻ ഫ്രൂട്ട് ബാറ്റ് എന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ പല സൈസിലുള്ള ബാറ്റ് സ്പീഷീസുകൾ ലോകത്തിന്റെ പല ഭാഗങ്ങളിലുണ്ട്. അപ്പൊ ഇന്ത്യൻ സബ് കോണ്ടിനെന്റിലെ നേറ്റീവ് ആയിട്ടുള്ള ഇന്ത്യൻ ഫ്രൂട്ട് ബാറ്റ്സുകൾ എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി ലോകത്തിലെ വൺ ഓഫ് ദ ലാർജസ്റ്റ് ബാറ്റ്സ് ആണ് എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കുക. ഇറ്റ് ഈസ് നൊക്ടേണൽ ആൻഡ് ഫീഡ്സ് മെയിൻലി ഓൺ റൈപ്പ് ഫ്രൂട്ട്സ് ആൻഡ് നെക്ടർ. അപ്പൊ നമുക്കറിയാം, ഈ വവ്വാലുകളൊക്കെ രാത്രിയിലാണ് കൂടുതൽ സഞ്ചരിക്കുക. പകൽ ഏതെങ്കിലും മരത്തിലോ ഏതെങ്കിലും ഈ ഓടിട്ട വീടുകളൊക്കെ ഉണ്ടെങ്കിൽ അതിന്റെ മച്ചിലോ, നമ്മൾ പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് സ്കൂളിന്റെ മച്ചുകളിലൊക്കെ ഇതിങ്ങനെ തൂങ്ങിക്കിടക്കും പല സൈസിലുള്ള വവ്വാലുകൾ, അല്ലേ? അപ്പൊ ഇത് നൊക്ടേണൽ ആണ്, രാത്രി കാലങ്ങളിൽ ഇരപിടിക്കുന്ന ഒരു ജീവിയാണെന്ന് മനസ്സിലാക്കുക. രാത്രി കാലങ്ങളിലാണ് അവര് ഇരപിടിക്കാനായിട്ട് ഇറങ്ങുക. പ്രധാനമായിട്ടും ഫ്രൂട്ട്സ് ആണ്, പഴുത്ത പഴങ്ങളാണ് അവർ കഴിക്കുക. അപ്പൊ അതുകൊണ്ടാണ് നിപ്പ വൈറസ് ഒക്കെ പകർന്ന സമയത്ത് നമ്മളോട് പറഞ്ഞു വവ്വാലുകൾ കഴിച്ചിട്ടുള്ള പേരയ്ക്ക, മാങ്ങ അതുപോലുള്ള ഫ്രൂട്ട്സ് ഒന്നും കഴിക്കരുതെന്ന് പറഞ്ഞു. അതിൽ നിപ്പ വൈറസിന്റെ സാന്നിധ്യം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നൊക്കെ അന്ന് പറഞ്ഞിരുന്നു. അപ്പൊ ഈ പഴുത്ത പഴങ്ങളും അതുപോലെ തന്നെ നെക്ടർ, അതായത് തേനുകൾ, നമ്മുടെ വീട്ടിൽ വാഴയൊക്കെ ഉണ്ടെങ്കിൽ വാഴ കുലച്ച് കഴിയുമ്പോൾ അതിന്റെ കൂമ്പിൽ നിന്ന് തേൻ കുടിക്കാനൊക്കെ ആയിട്ട് ഈ വവ്വാലുകൾ വരാറുണ്ട്. അപ്പൊ പ്രധാനമായിട്ടും ഇവർ രാത്രി കാലങ്ങളിലാണ് ഇറങ്ങുക. പ്രധാനമായിട്ടും ഇതിൽ ഫ്രൂട്ട്സ് ബാറ്റ് ആണല്ലോ. അപ്പൊ ഫ്രൂട്ട് ബാറ്റ് ആയതുകൊണ്ട് തന്നെ ഫ്രൂട്ട്സ് ആണ് കൂടുതലായിട്ട് കഴിക്കുക. അതുപോലെ തന്നെ തേനും ഇവർ കഴിക്കാറുണ്ട്. ഇറ്റ് ഈസ് എ ഡിസീസ് വെക്ടർ ആസ് ഇറ്റ് ഈസ് കേപ്പബിൾ ഓഫ് ട്രാൻസ്മിറ്റിംഗ് സെവറൽ വൈറസസ് ടു ഹ്യൂമൻസ്. അപ്പൊ നമുക്ക് നിപ്പ അതിനൊരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ്. അപ്പൊ ഇതൊരു രോഗാണുവാഹകനായിട്ടുള്ള ഒരു ജീവിയാണ്. അതായത് രോഗാണുക്കളെ, വൈറസിനെ ശരീരത്തിൽ വഹിക്കുകയാണ്. അവർക്ക് പ്രശ്നമൊന്നുമില്ല. അത് നമ്മളിലേക്ക് എത്തിക്കുമ്പോൾ നമുക്കാണ്, ഹ്യൂമൻസിനാണ് കൂടുതൽ കുഴപ്പങ്ങൾ ഉണ്ടാകുക. ഇപ്പൊ നിപ്പ വൈറസ് വവ്വാലിന്റെ ശരീരത്തിലുള്ളത് കൊണ്ട് ബാറ്റ്സിന്, വവ്വാലിനൊന്നും പറ്റില്ല. പക്ഷെ അത് നമ്മുടെ ശരീരത്തിൽ കയറുമ്പോൾ അതിന് മോർട്ടാലിറ്റി റേറ്റ് വളരെ കൂടുതലാണ്. ആളുകൾ മരിച്ചു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമ്മൾ കണ്ടു, ധാരാളം കേസുകളൊക്കെ നമ്മൾ കണ്ടതാണ്.
ഇനി ഇന്ത്യൻ ഫ്ലൈയിങ് ഫോക്സ് ഈസ് എ നാച്ചുറൽ റിസർവോയർ ഓഫ് സേർട്ടൈൻ ഹെനിപ്പ വൈറസസ് ആൻഡ് ഫ്ലവി വൈറസസ്. അപ്പൊ ഈ രണ്ട് ടേമുകളും എന്താണെന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. അതായത് നിപ്പ എന്ന് പറയുന്ന വൈറസ് മാത്രമല്ല നമ്മുടെ ഈ ഫ്ലൈയിങ് ഫോക്സിലുള്ളത്, പല ടൈപ്പിലുള്ള ഹെനിപ്പ വൈറസുകളും ഫ്ലവി വൈറസുകളും ഒക്കെ ഉണ്ട്. അപ്പൊ ഹെനിപ്പ വൈറസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ നെഗറ്റീവ് സ്ട്രാൻഡ് RNA വൈറസ്. നെഗറ്റീവ് സ്ട്രാൻഡ് RNA ഉള്ള വൈറസുകളെയാണ് ഹെനിപ്പ വൈറസ് എന്ന് പറയുക. പേരിൽ തന്നെ നിപ്പ എന്നുള്ള ടേമും ഉണ്ട്. അപ്പൊ നമ്മൾ ഇവിടെ പറഞ്ഞ നമ്മുടെ ഇന്ത്യയിലും എസ്പെഷ്യലി പർട്ടിക്കുലർലി കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഹൈ മോർട്ടാലിറ്റി റേറ്റ് ഉള്ള, മരണസംഖ്യ കൂടാൻ സാധ്യതയുള്ള നിപ്പ വൈറസ് എന്ന് പറയുന്നത് ഒരു ടൈപ്പ് ഹെനിപ്പ വൈറസ് ആണ്. അപ്പൊ ഹെനിപ്പ വൈറസ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് സ്ട്രാൻഡ് RNA ഉള്ള വൈറസുകളാണ്. ഫ്ലവി വൈറസുകൾ എന്ന് പറഞ്ഞാൽ ഓൺ ദ അതർ ഹാൻഡ് ആണ്. അതിനെ 2023 ഈ നിപ്പയെ കുറിച്ചൊക്കെ കൂടുതൽ പഠനങ്ങളൊക്കെ തുടങ്ങിയ സമയത്ത് ഈ ഫ്ലവി വൈറസിനെ റിനെയിം ചെയ്തിട്ട് ഓർത്തോ ഫ്ലവി വൈറസ് എന്നാക്കിയിട്ടുണ്ട് 2023. ഇറ്റ് ഈസ് എ പോസിറ്റീവ് സ്ട്രാൻഡ് RNA വൈറസ്. അപ്പൊ ഹെനിപ്പ വൈറസ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് സ്ട്രാൻഡ് RNA ഉള്ള വൈറസ് ആണെങ്കിൽ ഫ്ലവി വൈറസ് അല്ലെങ്കിൽ ഇപ്പൊ റിനെയിം ചെയ്തിരിക്കുന്നത് ഓർത്തോ ഫ്ലവി വൈറസ് എന്നാണ്. അത് പോസിറ്റീവ് സ്ട്രാൻഡ് RNA ഉള്ള വൈറസുകളാണ് എന്ന് മനസ്സിലാക്കുക. ഇനി ഈ ഫ്രൂട്ട് ബാറ്റുകളെ കുറിച്ച് പറഞ്ഞാൽ ദിസ് സ്പീഷീസ് ഈസ് ഓഫൺ റിഗാർഡഡ് ആസ് വെർമിൻ ഡ്യൂ ടു ഇറ്റ്സ് ഡിസ്ട്രക്റ്റീവ് ടെൻഡൻസീസ് ടുവാർഡ്സ് ഫ്രൂട്ട് ഫാംസ്. അപ്പോൾ ചില സമയങ്ങളിൽ ചില സ്ഥലങ്ങളിലും എങ്കിലും ഒക്കെ ഈ ഫ്രൂട്ട് ബാറ്റുകളെ വെർമിൻസ് ആയിട്ട് കൺസിഡർ ചെയ്യാറുണ്ട്. കാരണം ഇവര് വ്യാപകമായിട്ട്, അതായത് ഫ്രൂട്ട് ഫാമുകളിൽ വ്യാപകമായിട്ട് നാശനഷ്ടങ്ങൾ വരുത്തുമ്പോൾ ചില സമയങ്ങളിലെങ്കിലും ഇവയെ വെർമിൻസ് ആയിട്ട് പ്രഖ്യാപിക്കാറുണ്ട്. ഇപ്പൊ നമ്മുടെ ഇവിടെ ഈ കാട്ടുപന്നീനെയൊക്കെ വെർമിൻസ് ആയിട്ട് പ്രഖ്യാപിക്കുന്നു എന്ന് പറയുന്ന പോലെ ഈ ഫ്രൂട്ട് ബാറ്റുകളെയും വെർമിൻസ് ആയിട്ട് ചില സമയങ്ങളിൽ പ്രഖ്യാപിക്കാറുണ്ട്. ബട്ട് ദ ബെനിഫിറ്റ്സ് ഓഫ് ഇറ്റ്സ് പോളിനേഷൻ ആൻഡ് സീഡ് പ്രൊപ്പഗേഷൻ ഓഫൺ ഔട്ട്വെയ് ദ ഇമ്പാക്ട്സ് ഓഫ് ഇറ്റ്സ് ഫ്രൂട്ട് കൺസംഷൻ. അപ്പൊ ഇതിന് മറുസൈഡ് കൂടിയുണ്ട്. കാരണം ഇവർ ഈ ചെടികളിലും ഈ പറയുന്ന മരങ്ങളിലൊക്കെ പോയി ഫ്രൂട്ട് കൺസ്യൂം ചെയ്യുകയും നെക്ടർ കുടിക്കുകയൊക്കെ ചെയ്യുന്നത് കൊണ്ട് പോളിനേഷൻ ഏജൻസ് ആണ് ഇവർ. അതുപോലെ തന്നെ സീഡ് പ്രൊപ്പഗേഷൻ ഒക്കെ ഇവരുടെ ഈ പ്രവൃത്തി അല്ലെങ്കിൽ ഈ ഒരു ഫ്രൂട്ട് കൺസംഷൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നതും നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ ചില സമയങ്ങളിൽ മാത്രമാണ് ഇവരെ വെർമിൻസ് ആയിട്ട് കൺസിഡർ ചെയ്യുക. IUCN റെഡ് ലിസ്റ്റിലേക്ക് വരുമ്പോൾ ഈ ഇന്ത്യൻ ഫ്ലൈയിങ് ഫോക്സിനെ അല്ലെങ്കിൽ നമ്മുടെ ഇവിടെയുള്ള ഗ്രേറ്റർ ഫ്രൂട്ട് ബാറ്റിനെ ലീസ്റ്റ് കൺസേൺഡ് എന്ന് പറയുന്ന കാറ്റഗറിയിലാണ് പെടുത്തുക. അപ്പൊ IUCN റെഡ് ലിസ്റ്റിൽ ലീസ്റ്റ് കൺസേൺഡ് ആണ്. എന്നാൽ ഇന്ത്യൻ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് 1972 ഷെഡ്യൂൾ 2 വരുന്ന ഒരു മൃഗമാണ്, ഒരു മാമലാണ് ഏത്, നമ്മുടെ ഇന്ത്യൻ ഫ്ലൈയിങ് ഫോക്സ് എന്നറിയപ്പെടുന്ന അല്ലെങ്കിൽ ദ ഗ്രേറ്റർ ഇന്ത്യൻ ഫ്രൂട്ട് ബാറ്റ് എന്നറിയപ്പെടുന്ന ഈ ജീവി. അപ്പൊ IUCN റെഡ് ലിസ്റ്റിൽ ലീസ്റ്റ് കൺസേൺഡ് ആണ്. വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് 1972 ഷെഡ്യൂൾ 2 വരിക എന്ന് മനസ്സിലാക്കുക. അപ്പൊ നമ്മൾ നിപ്പ വൈറസ് അടക്കമുള്ള വൈറസിനെയൊക്കെ ഇവിടെ ആളുകളിലേക്ക് എത്തിച്ച് വളരെ നൊട്ടോറിയസ് ആയിട്ട് മാറിയ ഒരു ജീവിയാണ് നമ്മൾ ഇന്ന് പഠിച്ച ഇന്ത്യൻ ഫ്ലൈയിങ് ഫോക്സ് എന്നറിയപ്പെടുന്ന ഈ ജീവി. ഇപ്പൊ ഇൻഫോർമേറ്റീവ് ആയിരുന്നു എന്ന് കരുതുന്നു. ഇതുപോലുള്ള വീഡിയോകളുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു. തക്ഷശില IAS അക്കാദമി. Aspire, enroll, achieve.